റിപ്പോർട്ടുകളിലേക്ക് നോക്കാം. ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിണറായി സർക്കാർ ബിജെപിയുമായി നടത്തിയ എല്ലാ ചർച്ചകളുടെയും മധ്യസ്ഥൻ ബെഹ്റയായിരുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിലാണ് പിണറായി സർക്കാർ ബെഹ്റയ്ക്ക് ഉന്നത പദവിയിൽ പുനർനിയമനം നൽകിയത്. പത്മജ കോൺഗ്രസിനോട് കാണിച്ചത് കൊടുംചതിയാണ്. കെ മുരളീധരനെ തൃശൂരിലേക്കും ഷാഫി പറമ്പിലിനെ വടകരയിലേക്കും കൊണ്ടുവന്ന അടവ് നയം കോൺഗ്രസ് സ്വീകരിച്ചതോടെ രാഷ്ട്രീയ എതിരാളികൾ വിറച്ചുപോയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം പരസ്യമായി തന്നെ UDF ആരംഭിച്ചിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ KPCCയുടെ അച്ചടക്ക സമിതി അധ്യക്ഷനും മുൻ ആഭ്യന്തരമന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കേരളത്തിലെ പ്രതീക്ഷകൾ, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ നല്ല രൂപത്തിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. ഞങ്ങൾ നന്നായി റിസൾട്ട് ഉണ്ടാക്കും. ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ജനങ്ങളിലാണ്. കാരണം 8 കൊല്ലക്കാലമായി ദുഃഖവും വേദനയും പട്ടിണിയും പങ്കിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ, അവർ ഐക്യജനാധിപത്യ മുന്നണിക്കും നമ്മളുടെ ഈ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. ഈ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റാനും ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരാനുമുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പത്മജിയുടെ BJP പ്രവേശമാണ്. ആ പത്മജിയുടെ BJP പ്രവേശത്തെ എങ്ങനെ കാണുന്നു? ഈ സ്ഥാനാർത്ഥി മാറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഓരോ പാർട്ടിക്ക് അടവ് നയമുണ്ട്. അവരൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കൗണ്ടർ ആക്ഷൻ ഞങ്ങൾക്കുണ്ട്. അവർക്കൊരു ആക്ഷൻ വന്നു, ഞങ്ങളുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ കറക്റ്റായിരുന്നു എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി. അവരുടെ പ്രതികരണത്തിൽ അവർ വിറച്ചുപോയി. കാരണം ഇതുപോലൊന്ന് സംഭവിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ഇപ്പം സാഹചര്യങ്ങൾ മാറിയല്ലോ. സാഹചര്യം മാറിയെന്ന് മാത്രമല്ല, കെ മുരളീധരൻ ഇവിടെ തൃശ്ശൂർ ചെന്നിറങ്ങിയപ്പോൾ റൗസിംഗ് റിസപ്ഷനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മുരളീ ഭവനം ഇരിക്കുന്ന തൃശ്ശൂരിലാണ് മുരളീധരൻ മത്സരിക്കാൻ പോകുന്നത്. ഇവിടെ വടകര കേരളത്തിലെ ചെറുപ്പക്കാരിലെ അതിശക്തനായ വക്താവായി നിൽക്കുന്ന ശ്രീ ഷാഫി ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആളല്ല. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. അല്ലെങ്കിൽ തന്നെ വടകരയിൽ ട്രാക്ക് റെക്കോർഡ് നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തിൻ്റെതാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ വടകരയിൽ മത്സരിക്കുമ്പോൾ TP ചന്ദ്രശേഖരനെ കുറിച്ചും കോടതി വിധിയെക്കുറിച്ചും അപ്പീൽ കോടതിയുടെ വിധിയെക്കുറിച്ചും അകത്തു പോകേണ്ട വന്ന ആളുകളെക്കുറിച്ചും ജനങ്ങൾ ചിന്തിക്കാതിരിക്കുകയില്ല. അതുകൂടി ചേർത്തുള്ള ഒരു വിധിയായിരിക്കും. RMPയിലെ സഹോദരന്മാർ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ പത്മജയെ BJPയിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരാൾ ലോക്നാഥ് ബെഹ്റയാണെന്ന് കെ മുരളീധരൻ ആരോപിക്കുന്നുണ്ട്. താങ്കൾ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്തൊരു മുൻ മന്ത്രിയാണ്. അപ്പോൾ ആ ആരോപണത്തെ, കെ മുരളീധരൻ്റെ ആ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ പിണറായി BJP ഇടനില എന്നുള്ളത് ലോക്നാഥ് ബെഹ്റയാണോ താങ്കളുടെ? ലോക്നാഥ് ബെഹ്റ പല കാര്യത്തിലും മധ്യസ്ഥനായി നിന്നിട്ടുണ്ട്. അത് ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റും BJP ആയിട്ടുള്ള ചർച്ച വരുമ്പോൾ ആ ചർച്ചയുടെ മധ്യസ്ഥൻ ആ കാലത്തൊക്കെ ലോക്നാഥ് ബെഹ്റയായിരുന്നു. അല്ലെങ്കിൽ ലോക്നാഥ് ബെഹ്റയ്ക്ക് എങ്ങനെയാണ് റീഎംപ്ലോയ്മെൻറ്റ് ഈ ഗവൺമെൻറ് കൊടുത്തത്? റീഎംപ്ലോയ്മെൻറ്റ് കൊടുത്തല്ലോ. ഏറ്റവും വലിയ കൊച്ചിയിലെ ഒരു പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ വെച്ചല്ലോ. ബെഹ്റയ്ക്ക് എന്താ പ്രത്യേകത? അപ്പം ബെഹ്റ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യത്തിന്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള നിലയിലാണ് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഉന്നത സ്ഥാനവും വമ്പിച്ച ശമ്പളത്തോടൊപ്പം പെൻഷൻ ബെനിഫിറ്റ്സും എല്ലാം മേടിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയത്.